ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ഷാനൽ ട്രോസ് യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇനി ഇംഗ്ലീഷിൽ പറയണോ മലയാളത്തിൽ പറയണോ? ഓക്കെ, മലയാളത്തിൽ പറയാം. ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് ഷാനറ്റിന്റെ യൂട്യൂബ് ചാനൽ എന്താ പറയാ കൈയടക്കി ഹൈജാക്ക്. അപ്പോൾ ഇന്ന് പുള്ളിക്കാരി ജനിച്ചിട്ട് ഒരു 28 വർഷമായി കാണും. നല്ല പ്രായമുണ്ട്. ഷാനൻ ഞങ്ങൾ കുറച്ച് അധികം ചളി പറയേണ്ട പക്ഷെ നീ എഡിറ്റ് ചെയ്യരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയിൽ അല്ല, അത് എഡിറ്റ് ചെയ്യണം. യാ, അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ നിൽക്കണത് ഇങ്ങനൊക്കെ ഒരു സ്ഥലത്തായിട്ട് വരും. നാട്ടുകാരൊക്കെ നോക്കുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഡെഡിക്കേഷൻ നീ നോക്കണം. അപ്പൊ ഷാനറ്റിന്റെ ചേച്ചീനെ വിളിച്ച് പറഞ്ഞ് വാതില് തുറന്നിടാനാണ് പറഞ്ഞേക്കണേ. അപ്പൊ ഷാനറ്റിന്റെ ചേച്ചി വിളിച്ചപ്പോൾ ആദ്യം തന്നെ ഫോൺ എടുത്തത് അവളാണ്, അമ്മേനെ വിളിക്കുമ്പോൾ. അപ്പോൾ എങ്ങനെയോ തുറന്നിട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ബാക്കിൽ കൂടെ കയറാനാണ് പ്ലാൻ. സ്ഥലം എടുത്തോ നീ? നമുക്ക് ഞങ്ങളിതൊരു ഫുൾ വീഡിയോ ആയിട്ട് എടുക്കണം കേട്ടോ ഷാനറ്റ്. നീ നല്ല ചളിയൊക്കെ ഉള്ളത് കട്ട് ചെയ്തിട്ട് കുറച്ച് മെനക്കൊക്കെ എഡിറ്റ് ചെയ്തിടണേ. നീ ഇട്ടില്ലെങ്കിൽ നിന്നെ തട്ടും. നീ എന്നിട്ട് എടുക്കാനുള്ളേ വണ്ടി ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ എവിടെ കിട്ടും? നല്ല മഴയത്ത് ഞങ്ങൾ ഒളിച്ചും പാത്ത് നിൽക്കണുണ്ടോ? നീ വാ. ഓക്കെ, അതെ, മോഷണം പിന്നെ മെറിനിച്ചിരി ശീലമുള്ളതുകൊണ്ട് എന്നെ പഠിപ്പിച്ചത് ആരാ? ദൈവമേ, ആവശ്യത്തിലധികം വളിച്ച കോമഡികൾ പറയുന്നുണ്ട്. യൂട്യൂബ് ചാനൽ വന്നില്ലെങ്കിൽ ഇനി ഇത് നല്ല മഴയാണ് ഇവിടെ തലയിൽ ഇട്ടാ ഇടാൻ മതിയാ. എനിക്ക് കാണാൻ പറ്റണില്ല. അച്ഛണ്ടാക്കാണ്ട് പോകും. റൂമിൽ കയറിയിട്ടാണ്. അവളുടെ റൂമിൽ എങ്ങനെ എത്തി? അമ്മ വാതിൽ തുറന്നു. അവള് മേലിലാണ്. ഞങ്ങളുടെ മുടിയൊക്കെ നനഞ്ഞ പൊഴി മതിരായി. വണ്ടി ഡോണ്ട് കെയർ. നമുക്കിവിടെ ഇങ്ങനെ വെച്ച് തെറ്റിയ ടൈം ലബാനാണ് നിൽക്കണം. അതൊന്നും ഇല്ല, 2-3 കൂട്ടിക്കോ. ഇതാര് പൊട്ടിക്കും? വീഡിയോ എടുക്കാനും അമ്മേനോട് വീഡിയോ എടുക്കാൻ പറയാം. ഇത് പൊട്ടിക്കാറില്ല. പുറത്തിറങ്ങാൻ നോക്കിയപ്പോ ആള് പുറമിരുന്ന് സംസാരിക്കണ ഒച്ച. ഈ ക്യാൻഡിൽ ഇങ്ങനെ കെട്ടേ. അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് കേട്ടോ. പറഞ്ഞു കൊടുക്കല് ഞാനാണ്. എന്താ ഇടല്? ഇതിപ്പോ മറ്റേ ഉണ്ട്. ആ ഡോറും ക്ലോസ് ചെയ്തു. അവിടെ കിട്ടിയതാരെന്ന് വെച്ച് വല്ലതും എടുത്തായിരിക്കും. അവർക്ക് കൊടുക്കടി.
അപ്പോ നമ്മുടെ സർപ്രൈസ് പാർട്ടി എന്റെ ബർത്ത്ഡേ ഡേറ്റ് ഞാനും ഒരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഇവർ അതിൽ അടിപൊളിയായിട്ട് എല്ലാം ചെയ്തു. ഞാൻ എന്റെ വീഡിയോയിലെല്ലാം ഉൾപ്പെടുന്നതായിരിക്കും. തങ്കപ്പെട്ട ആൾക്കാരല്ല, ഇത്രയും തങ്കപ്പെട്ട പിള്ളേരെ ഞാൻ പാവപ്പെട്ട പിള്ളേരെ സ്റ്റോറി ഇടും എന്റെ ഫ്രണ്ട്സ്. ഇപ്പൊ ഞാൻ വീഡിയോ ഓൺ ആക്കിയുള്ള ഔട്ട് ട്രിപ്പ് പറഞ്ഞു. അയ്യോ നമുക്ക് ഞാൻ കേക്ക് പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിനോടും കൂടി സമയം വേണം. ഞാനപ്പോൾ ഫോട്ടോഗ്രാഫി എന്റെ നെയിൽസ് നോക്കൂ. അത് ഞാൻ കണ്ടിരുന്നു. നമുക്ക് മറ്റേ ഗേളീസ് മറ്റേ എന്താ പറയണേ, യു ഗൂഗിൾ ക്യൂയി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. ഓക്കെ, അപ്പോ ഔട്ട്ഡോറിന്റെ ഇതല്ലായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് എന്റെ കൈ കാണിച്ചതാണ്. എങ്ങനെയുണ്ടായിരുന്നു പറ. എങ്ങനെയുണ്ടായിരുന്നു ബർത്ത്ഡേ? എത്ര വയസ്സായി? 30? 20. ഞാൻ ഇവരെക്കാളും 2-3 വയസ്സ് 20 വയസ്സ്, ഒരു 5 വർഷം മുന്നേ. സ്കൂളിലും കോളേജിലൊക്കെ ചേർത്തു. ഞാൻ ഭയങ്കര മിടുക്ക് ചെയ്തോണ്ട് 5ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലേക്ക് നോക്കോളാൻ പറഞ്ഞവര്. അതാണ് പ്രത്യേകത. ഇവരൊക്കെ എന്നെക്കാളും മൂത്തതാണ്. പക്ഷെ ഇതിനെ കണ്ട പറയില്ല. പക്ഷെ എന്നെക്കാളും എന്തിന്റെ കേടായിരുന്നു? ഇതൊന്നും എടുക്കേണ്ട ആവശ്യം മൂപ്പുണ്ട്. 20 വയസ്സ് 5 വർഷം ഇവർ കണ്ട പറയില്ല. എന്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് ഇത് ഇവര് ഓർത്ത് വാങ്ങിച്ചോണ്ട് വന്നല്ലോ. ഞാൻ പ്രതീക്ഷിച്ചില്ല. പോയി ഞാൻ ടേസ്റ്റ് റിവ്യൂ പറയാം. ആണോ? ഹായ് ഗുലാബ് ഹലോ ഗൈസ്. അവക്ക് മറ്റേ വെർമിസലിന്റെ വേർഷൻ കിട്ടിയില്ല. അതാണ് ഏറ്റവും രസം. ആ ചോക്ലേറ്റ് നിനക്ക് കേക്ക് കിട്ടിയുള്ളൂ. ചോക്ലേറ്റ് മിക്സ് ചെയ്ത് കഴിക്കണം. എനിക്കും തരും. നമ്മള് ഈ സൈൻ ലബാനില്ലേ രാവിലെ 12 മണിക്കേ തുറക്കുള്ളൂ. വെള്ളിയാഴ്ച വീട്ടിലെ തന്നെ ഞാനാ 12 മണി ആവാനായിട്ട് പിറ്റേ ദിവസം വെയിറ്റ് ചെയ്ത് ഈ സാധനം വാങ്ങിക്കാം. നന്ദി പറഞ്ഞടി, നന്ദി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു ഹായ്, എക്സ്ട്രാ ഹായ് ഉണ്ട്. അത് ഡാഡിയാണ്. സോ നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ്. ഞങ്ങൾ കാറിൽ ആണ്. വണ്ടി ഓടിക്കുന്നത് നമ്മുടെ സ്റ്റാറാണ്, ഡെനിൽ പോൾസൺ. ഇത് നമ്മുടെ സെലിബ്രിറ്റിയാണ്. ലുക്ക് കണ്ടില്ലേ? സെലിബ്രിറ്റി ഒന്നല്ല, മൻ ലുക്കിലാണ് പൊന്നൊന്നും വരുന്നത്. നമുക്കൊന്നും അത്ര ലുക്കില്ല പൊന്നിൻ്റെ അത്രയും. സ്വാഭാവികം. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബായ്. ഹലോ ഗൈസ്, ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഏതാ നമ്മുടെ ഡെസ്റ്റിനേഷൻ പറ? ടോപ്പ് ഫോം കാലിക്കറ്റ്. പിന്നെ ഇവിടെ ബാക്കിലൊരു സെലിബ്രിറ്റി ഉണ്ട്, പക്ഷെ കാണിക്കാൻ പറ്റുന്നില്ല. സാരില്ല. അപ്പം നമുക്ക് 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്യണം, എന്നാലും നമുക്ക് കാണാൻ പറ്റും. സോ വിൽ വെയിറ്റ് ഫോർ 45 മിനിറ്റ്സ്. സോ അങ്ങനെ 45 മിനിറ്റ്സിനെ കാത്തിരിക്കുന്ന ശേഷം നമ്മൾ നമ്മുടെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇത് നോക്ക്. പോരാ. ഞങ്ങളുടെ ഫുഡ് വന്നു. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ വന്ന സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും അവിടെ ഉണ്ട്, സൂപ്പുണ്ട്. ഇത് നമ്മുടെ സൂപ്പാണ്. പൊറോട്ട, ബിരിയാണിയുടെ ഇവിടുത്തെ ഫേമസ്, ടോപ്പ് നമ്മുടെ ഫേമസ് ആണ് ബിരിയാണി, പിക്കൽ, റൈത്ത എല്ലാം. പിന്നെന്താ, പിന്നെ ഇത് മലബാർ മട്ടൻ കറി. ആൻഡ് നമ്മൾ ഫസ്റ്റ് കഴിച്ച സാധനം എന്തായിരുന്നു? കാന്താരി മീൻ കറി. അതെങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അതിനുള്ളിൽ അത് തീർന്നു പോയി. അതെന്ന് പറഞ്ഞാൽ ആ ഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഷില്ലേ, ആ ഫിഷ് പോലെയല്ല, ഒരു പതപതു സാധനം. ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട് വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല. എനിക്ക് പെട്ടെന്ന് തീർന്നു. സോ നമുക്ക് ചിക്കൻ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട്? ടോപ്പ് ഫോമിൽ ചിക്കൻ ബിരിയാണി പോലത്താണോ? കുഴപ്പമില്ല, ഭയങ്കര നോർമൽ. ഓക്കെ, നോർമലാണ്. ആൻഡ് ഇതിൽ ഞാൻ മട്ടൻ കറിയാണ് നമുക്ക് കുറച്ച് വെറൈറ്റി പോലെ തോന്നുന്നത്. അത് നോക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ബിരിയാണി പാരഗൺ വൈബാണോ നോക്കാം. നിങ്ങൾക്ക് ഒരു മിനിറ്റ് കാണിക്കാം. ഈ മധുരം നമ്മൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈന്തപ്പഴത്തിൻ്റെ എന്തോ ആണ്.
പപ്പടം കൂട്ടാം. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കഴിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ സ്പെഷ്യൽ സബ്സ്ക്രൈബേഴ്സ് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ എടുക്കുന്നത്. കുറച്ച് കഷ്ടപ്പാടുണ്ട്, എന്നാലും ഞാൻ എടുക്കുന്നതാണ്. സി ഗൈസ്, സോ ഞാൻ പറയാൻ ടേസ്റ്റ് ആക്കിയിട്ടുണ്ട്. തിങ്സ് ദാറ്റ് നമ്മൾ പാരഗണൊക്കെ കഴിക്കലേ, ആ വൈബ് കഴിഞ്ഞല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് മറ്റേ സ്വീറ്റ് സാധനം വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ ഭയങ്കര സോഫ്റ്റ് ബിരിയാണി. ഇങ്ങനെയുണ്ട് പൊറോട്ടയും മട്ടൻ കറിയും. ഇതാണ് നമ്മുടെ പൊറോട്ടയും മട്ടൻ കറിയും. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. ഗൈസ്, ഇതാണ് നമ്മുടെ പൊറോട്ടയും മട്ടൻ കറി. ഓക്കെ, അത് നോർമൽ കറി അല്ലേ? നോർമൽ. അപ്പോൾ നമുക്ക് മട്ടനൊക്കെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. മട്ടൻ എങ്ങനെ വെച്ചാൽ ഇത് ടേസ്റ്റ് ഉണ്ടാവും. ഗൈസ്, നമ്മുടെ പാഷൻ ഫ്രൂട്ട് മൊജീറ്റോ ആണ്. എസ്തെറ്റിക്കലി ഭയങ്കര പ്ലീസിങ് ആയിട്ട് തോന്നുന്നുണ്ട്. ആൻഡ് ഇത് നമ്മുടെ അടുത്ത ഡ്രിങ്കാണ്. ഇതിൻ്റെ പേരെന്താ? പൈനാപ്പിൾ പീച്ച്. അത് പാഷൻ കുറിച്ച് റിവ്യൂ പറയുന്നതായിരിക്കും. നമ്മുടെ മൊജീറ്റോ ഹൗസ് ഇറ്റ്സ് ഗുഡ്. ഓക്കെ, ഇത് നോക്കൂ, ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു. ഈ ഗ്ലാസ്സിനൊരു പ്രത്യേകതയുണ്ട്. കണ്ടോ? ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇച്ചിരി ശരിഞ്ഞിരിക്കണം. നേരത്തെ സ്പില്ല് ചെയ്തു ഇത് താഴത്ത്. നേരത്തെ ഞാൻ ഇങ്ങനെ ഇട്ടപ്പോൾ താഴെ പോയി. തണുപ്പുണ്ടോ? തണുപ്പുണ്ട്. അത് ഇത് ഒരു അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. തീർന്നിട്ടില്ല. അമ്മ ഇതുകൂടി കഴിച്ചെടുക്കേ. അമ്മ അല്ലയോ പൊടി പട്ടി. റെഡി കഴിഞ്ഞു. ഞങ്ങളുടെ കാർ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി നമ്മുടെ കേക്ക് മുറിക്കൽ സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രി 11:30 എനിക്ക് ബസ്സുണ്ട്, തിരിച്ച് പോകണം. സോ നമുക്ക് കേക്ക് മുറിച്ചാലോ? അത് നമുക്ക് റെഡി ആവാം. റെഡി ആയിട്ട് വരാം. ട്രാൻസിഷൻ. ഹായ് ഗായ്സ്, ഞാൻ അധികം മേക്കപ്പ് ഒന്നും ഇട്ടില്ല. ജസ്റ്റ് ഒന്ന് റെഡി ആയി ലിപ്സ്റ്റിക്ക് ഇടാനായിട്ട്. കേക്ക് മുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ. ഇതിനെന്താ ഒരു മഞ്ഞ, ഇതിനെന്താ ഒരു ബ്ലൂ കളറ്. Happy birthday, happy birthday, happy birthday to you. Hi Ryan, Cheriki. Oh. Happy birthday, happy birthday to you. മതി, അത്ര മതി. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. അമ്മ ഇത് പിടിക്കാപ്പോ. ഓക്കെ. ചെല നീല കളറ്. അയ്യോ സോറി. ഡൽഹി ഫോൺ, ജോഷന്റെ ഫോൺ. Birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday. Ryan, happy birthday പറഞ്ഞു ഉണ്ണിനോട്. Happy birthday പറ. Happy birthday.